അപ്പോൾ നമ്മൾ കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൾവ് ഈ 3 ഡിവൈസുകളും അതിൻ്റെ ഫങ്ഷൻ, വർക്കിംഗ്, ടൈപ്സ് ഒക്കെ പഠിച്ചു. ഇനി അടുത്ത ഡിവൈസാണ് ഇവാപ്പറേറ്റർ. ഇവാപ്പറേറ്റർ എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്നുള്ളതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഷൻ വാൾവ് കഴിഞ്ഞ് വരുന്ന ഡിവൈസാണ് ഇവാപ്പറേറ്റർ. ഇവാപ്പറേറ്ററിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്, ഇവാപ്പറേറ്ററാണ് നമ്മൾ വെക്കുന്ന സാധനത്തിൻ്റെ ഹീറ്റിനെ വലിച്ചെടുത്ത് നമ്മൾ വെക്കുന്ന എന്ത് സാധനം ആയിക്കോട്ടെ അതിനെ തണുപ്പിക്കുന്നത്. അപ്പോൾ ഇവാപ്പറേറ്റർ കോയിലാണുള്ളത്. ഇവാപ്പറേറ്റർ കോയിലിൻ്റെ പുറത്താണ് നമുക്ക് തണുപ്പിക്കേണ്ട വസ്തുക്കൾ വെക്കുന്നത്. ഒന്നുകിൽ അത് വെള്ളമായിരിക്കാം, ഫിഷ് ആയിരിക്കാം, മീറ്റ് ആയിരിക്കാം, വെജിറ്റബിൾസ് ആയിരിക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെയും ഫിഷിൻ്റെയും നമ്മൾ വെക്കുന്ന എന്ത് സാധനത്തിൻ്റെയും ഹീറ്റിനെ വലിച്ചെടുക്കുന്നത് ആരാണ്? ഈ ഇവാപ്പറേറ്റർ കോയിലിൻ്റെ ഉള്ളിലൂടെ പോകുന്ന റെഫ്രിജറൻ്റാണ്. അപ്പോൾ ഈ റെഫ്രിജറൻ്റ് ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുള്ള സാധനമായിരിക്കണം അല്ലേ? എന്നിരുന്നാൽ മാത്രമേ നമ്മൾ വെക്കുന്ന സാധനത്തിൻ്റെ ഹീറ്റിനെ വലിച്ചെടുക്കാൻ ഈ റെഫ്രിജറൻറ്റിന് സാധിക്കുള്ളൂ. കാരണം എപ്പോഴും ടെമ്പറേച്ചർ ഹീറ്റ് മൂവ് ചെയ്യുന്നത് ടെമ്പറേച്ചർ കുറഞ്ഞ വസ്തുവിലോട്ടാണ്. അഥവാ കൂടിയ ടെമ്പറേച്ചറിലുള്ള വസ്തുവിൽ നിന്നാണ് കുറഞ്ഞ ടെമ്പറേച്ചറുള്ള ഇതിലോട്ട് മൂവ്മെൻറ്റ് നടക്കുന്നത്. ഒരിക്കലും തിരിച്ച് നടക്കുന്നില്ല. അപ്പോൾ അതുമൂലം തന്നെ ഈ റെഫ്രിജറൻ്റ് ഇവാപ്പറേറ്റർ കോയിലിൻ്റെ ഉള്ളിലൂടെ പോകുന്ന റെഫ്രിജറൻറ്റിൻ്റെ ടെമ്പറേച്ചർ പുറത്തുള്ള ടെമ്പറേച്ചറിനെക്കാട്ടിയും കുറഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. ഓക്കെ, ടെമ്പറേച്ചറും പ്രഷറും കുറഞ്ഞിട്ടുള്ള റെഫ്രിജറൻ്റാണ് എന്തിലൂടെ പാസ് ചെയ്ത് പോവുക? ഇവാപ്പറേറ്റർ കോയിലിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്ത് പോവുക. അതുമൂലം നമ്മൾ വെക്കുന്ന സാധനത്തിൻ്റെ ടെമ്പറേച്ചറിനെ, അതിൻ്റെ ഹീറ്റിനെ വലിച്ചെടുക്കുകയും അതുമൂലം നമ്മൾ വെക്കുന്ന സാധനം തണുത്ത് ഇരിക്കുകയും ചെയ്യും. അതാണ് ഇവാപ്പറേറ്ററിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ച് ടൈപ്സുകളാണ് നമ്മൾ നോക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ടൈപ്സുകളുണ്ട്. ബെയർ ട്യൂബ്, ഫിൻ ട്യൂബ്, പ്ലേറ്റ്, ഷെൽ ആൻഡ് ട്യൂബ്, അങ്ങനെ പറഞ്ഞ കുറച്ച് ടൈപ്പുകളുണ്ട്. ഇതിപ്പോൾ കൺസ്ട്രക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഇനിയും 2-3 ടൈപ്പുകളുണ്ട്, അത് ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട ഒരു ടൈപ്പിലോട്ട് പോവുകയാണ്. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഫ്ലഡഡ് ഇവാപ്പറേറ്റേഴ്സാണ്. ഓക്കെ, ഈ ഫ്ലഡഡ് ഇവാപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇവാപ്പറേറ്ററാണ്. കാരണം ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഹൈ ആയിരിക്കും. ഹീറ്റ് ട്രാൻസ്ഫർ ഹൈ ആവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവാപ്പറേറ്റർ കോയിലിൻ്റെ എല്ലാ ഏരിയയിലും ലിക്വിഡ് റെഫ്രിജറൻ്റ് ഉണ്ടായിരിക്കും. ലിക്വിഡ് റെഫ്രിജറൻ്റ് ആയിക്കഴിഞ്ഞാൽ ലിക്വിഡിന് ഹീറ്റിനെ പെട്ടെന്ന് കൂടുതൽ വലിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ വേപ്പർ റെഫ്രിജറൻറ്റിനേക്കാളും കൂടുതൽ ഹീറ്റിനെ വലിച്ചെടുക്കാൻ കഴിവ് ലിക്വിഡ് റെഫ്രിജറൻ്റാണ്. കാരണം വേപ്പർ ആയിക്കഴിഞ്ഞാൽ അത് പിന്നെ ചൂടാവാൻ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ലിക്വിഡ് എന്നുള്ളത് ലിക്വിഡ് വലിച്ചെടുക്കുമ്പോൾ ലിക്വിഡ് മെല്ലെ മെല്ലെ ചൂടായി വേപ്പറാവും. വേപ്പറിന് പിന്നെ ചെയ്യാൻ പറ്റില്ല, കൂടുതൽ ഹീറ്റിനെ വലിച്ചെടുക്കാൻ പറ്റില്ല നമ്മൾ വെക്കുന്ന സാധനത്തിൻ്റെ. അപ്പോൾ ഈ ഒരു ഫ്ലഡഡ് ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇവാപ്പറേറ്റർ കോയിൽ, നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ ഇവാപ്പറേറ്റർ കോയിൽ, ഇതിൻ്റെ എല്ലാ ഏരിയയിലും ലിക്വിഡ് റെഫ്രിജറൻ്റ് ഉണ്ടായിരിക്കും. അതുമൂലം തന്നെ ഇവിടുത്തെ ഫങ്ഷൻ എഫിഷ്യൻസി കൂടുതലായിരിക്കും. ഹീറ്റ് ട്രാൻസ്ഫർ കൂടുന്നത് മൂലം നമ്മൾക്ക് നല്ലൊരു ഔട്ട്പുട്ട്, നല്ലൊരു തണുപ്പ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, നമ്മൾ വെക്കുന്ന സാധനം എപ്പോഴും നല്ല ഫ്രീസ് ആയിട്ടുള്ള നല്ല കോൾഡ് സ്റ്റേറ്റിലുള്ള ഇതായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലാണ്. നമ്മൾ ഡൊമസ്റ്റിക് യൂസേജിനൊന്നും ഇത്ര എഫിഷ്യൻ്റ് ആയിട്ടില്ല. കാരണം ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്. കാരണം നല്ല റെഫ്രിജറൻ്റ് ആവശ്യമുണ്ടാവും. കാരണം റെഫ്രിജറൻ്റ് എപ്പോഴും വിട്ടുകൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും ഇവിടെ, മനസ്സിലായോ? അപ്പോൾ കുറച്ച് റെഫ്രിജറൻ്റ് അല്ല, കൂടുതൽ റെഫ്രിജറൻ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടി വരും. അതുമൂലം ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. ഇത് നമ്മുടെ കംഫോർട്ട് ആയിട്ടുള്ള ഏരിയയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രീസിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രീസേഴ്സ്, അങ്ങനെയുള്ള കോൾഡ് സ്റ്റോറേജ് ബോക്സസ്, അങ്ങനെയൊക്കെയുള്ള ഇവാപ്പറേറ്റർ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് ശ്രദ്ധിക്കുക. വർക്കിംഗ് സിമ്പിളാണ്. അപ്പോൾ ഈ എല്ലായിടത്തും നമ്മൾ ഇവാപ്പറേറ്റർ കോയിൽ മാത്രമേ കാണുള്ളൂ അല്ലേ? ഇവിടെ ഇവാപ്പറേറ്റർ കോയിലിൻ്റെ മുന്നേ വേറെ 2 ഡിവൈസും കൂടി ഉണ്ട്. അക്യുമുലേറ്റർ എന്നൊരു ഡിവൈസ് ഉണ്ട്, അതേപോലെ ഫ്ലോട്ട് ചേമ്പർ എന്നൊരു ഡിവൈസ് ഉണ്ട്. ഈ ഡിവൈസ് വെക്കുന്നത് ഇതിൻ്റെ റെഫ്രിജറൻ്റ് ഫ്ലോ കണ്ടിന്യൂസ് ആൻഡ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു വർക്ക് പറയുകയാണ്. നമ്മൾ ഇവാപ്പറേറ്ററിൻ്റെ കോയിലിൻ്റെ സൈഡിലൊക്കെ കുറേ
വെജിറ്റബിൾസ് വെച്ചു. ഇവിടെയൊക്കെ വെജിറ്റബിൾസ് വെക്കുകയാണ്. ഈ വെജിറ്റബിൾസ് ഇതിൻ്റെ സറൗണ്ടിങ്സിൽ വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്ത് പോകുന്ന റെഫ്രിജറൻറ്റ്, ഈ കോയിലിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്ത് പോകുന്ന റെഫ്രിജറൻറ്റ് എന്ത് ചെയ്യും, ഈ വെജിറ്റബിൾസിൻ്റെ ഹീറ്റിനെ വലിച്ചെടുക്കുന്ന മൂലം എന്ത് ചെയ്യും, വേപ്പറൈസ് ആവാൻ തുടങ്ങും, ചെറുതായിട്ട് വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങും അല്ലേ. ആ ഒരു ഇൻസ്റ്റൻറ്റിൽ തന്നെ ചെറുതായിട്ട് വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള ഈ ഏരിയയിലുള്ള പിന്നെ ഇവാപ്പറേറ്ററിൻ്റെ കോയിലിൻ്റെ ഉള്ളിലുള്ള റെഫ്രിജറൻറ്റ് ചെറുതായിട്ട് വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അവിടുത്തെ റെഫ്രിജറൻറ്റ് കുറയും അല്ലേ. വേപ്പറൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ റെഫ്രിജറൻറ്റ് എമൗണ്ട് കുറയാണ്, ലിക്വിഡ് റെഫ്രിജറൻറ്റ് എമൗണ്ട് കുറയാണ്. ആ കുറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഈ അക്യുമുലേറ്ററിൽ ഒരു കാണുന്നുണ്ടാവും, അക്യുമുലേറ്ററിൻ്റെ ലെവൽ എന്ത് ചെയ്യും, ചെറുതായിട്ട് കുറയും. ഇവിടെ വരെയാണ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഉള്ളത്. ആ ലെവൽ എന്ത് ചെയ്യും, മെല്ലെ കുറച്ച് കുറയാൻ തുടങ്ങും. മനസ്സിലായോ? ഇവിടെ കുറയുന്ന മൂലം ഈ ഫ്ലോട്ട് ചാമ്പറിൻ്റെ ഇവിടെ കണക്ഷൻ ഉണ്ട്, കണ്ടോ, ഈ ഒരു ഏരിയ കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ ഉണ്ടാകുന്ന മൂലം ഈ ഫ്ലോട്ട് ചാമ്പറിൻ്റെ ലെവലും എന്ത് ചെയ്യും, കുറയും. ഫ്ലോട്ട് ചാമ്പറിൻ്റെ ലെവലും ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. ഇവിടെ കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെയും ലെവൽ കുറയും. ഈ ലെവൽ കുറയുന്ന സമയത്ത് ഈ ഫ്ലോട്ട് കണ്ടോ, ഈ റൗണ്ടുള്ള ഫ്ലോട്ട് മെല്ലെ താഴാൻ തുടങ്ങും. ഓക്കെ, കാരണം ലെവൽ കുറയുമ്പോൾ ഫ്ലോട്ട് നമ്മൾ ഈ ഫ്ലഷിലൊക്കെ വെക്കുന്ന അതേപോലെ തന്നെ ആ ഫ്ലോട്ട് താഴുന്ന സമയത്ത് ഈ ഫ്ലോട്ട് കൺട്രോൾ വാൾവ് ഓപ്പൺ ആവുകയും ലിക്വിഡ് റെഫ്രിജറൻറ്റ് റിസീവറിൽ നിന്ന് ഇതിലോട്ട് പാസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, കൂടുതൽ റെഫ്രിജറൻറ്റ് പുറത്തുനിന്ന് വരും. ആ പുറത്തുനിന്ന് വരുന്ന സമയത്ത് ഫ്ലോട്ട് പൊങ്ങും. അതേപോലെ ആ ഒരു ലെവൽ എന്ത് ചെയ്യും, ഇവിടെയും ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടത്തെയും ലെവൽ പൊങ്ങും, കൂടുതൽ റെഫ്രിജറൻറ്റ് ഇതിലോട്ട് വിട്ടു കൊടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഇവാപ്പറേറ്ററിൻ്റെ ഉള്ളിലെ റെഫ്രിജറൻറ്റ് വേപ്പറൈസ് ചെയ്യുവാണ്, അഥവാ ഹീറ്റിനെ വലിച്ചെടുക്കുമ്പോൾ വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഇവിടുത്തെ ലിക്വിഡ് റെഫ്രിജറൻറ്റിൻ്റെ അളവ് കുറയുകയും അതുമൂലം ഇവിടുത്തെ അളവ് കുറയുകയും ഫ്ലോട്ട് താഴുകയും ഇവിടുന്ന് ലിക്വിഡ് റെഫ്രിജറൻറ്റ് എക്സ്ട്രാ ഇതിലോട്ട് ആഡ് ചെയ്യുകയും അതുമൂലം ഈ ഫ്ലോട്ടിൻ്റെ ഉള്ളിലെയും അക്യുമുലേറ്ററിൻ്റെ ഉള്ളിലെയും ലെവൽ കൂടും. അതുമൂലം എന്ത് ചെയ്യും, ലെവൽ കൂടുന്ന സമയത്ത് ഈ എക്സ്ട്രാ ആയിട്ടുള്ള ലെവൽ കയറി വരുന്ന റെഫ്രിജറൻറ്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് വിട്ടുകൊടുക്കുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യാണ്, വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങുന്ന ഉടനെ തന്നെ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഉള്ളിലോട്ട് എക്സ്ട്രാ ആയിട്ടുള്ള റെഫ്രിജറൻറ്റ് ഇതിലോട്ട് എന്ത് ചെയ്യും, കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, റെഫ്രിജറൻറ്റ് ഇതിലോട്ട് കയറുന്നത് മൂലം വേപ്പറൈസ് ആയിട്ടുള്ള റെഫ്രിജറൻറ്റിൻ്റെ ഗ്യാപ്പ് ഇതിലുണ്ടാവില്ല. എപ്പോഴും ചെറിയൊരു ലിക്വിഡ് കണ്ടൻറ്റ് എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പോൾ ഈ എക്സിറ്റിലാണെങ്കിലും എന്തുണ്ടാവും, ചെറിയ ലിക്വിഡ് റെഫ്രിജറൻറ്റ് എല്ലായിടത്തും ഉണ്ടാവും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാണ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് വിട്ടുകൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടെ എഫിഷ്യൻസിയിൽ ഹീറ്റ് ട്രാൻസ്ഫർ കൂടുതലായിരിക്കും എല്ലാ ഏരിയയിലും വെക്കുന്ന സാധനത്ത്. അപ്പോൾ നമ്മൾ ഈ ഇതിലൂടെയാണ് കയറുക. ഇവിടെ നമ്മൾ വെക്കുന്ന സാധനത്തിൻ്റെ അതേ തണുപ്പ് ഏകദേശം ഇവിടെ വെക്കുന്ന സാധനത്തിനുണ്ടാവും. കാരണം എല്ലായിടത്തും ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഉണ്ടാവുന്ന മൂലം ഹീറ്റ് ട്രാൻസ്ഫർ ഹൈ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് പുറത്തിറങ്ങുന്നത് ലിക്വിഡ് ഇവാപ്പറേറ്റർ കോയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിൽ എന്തുണ്ടാവും, ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഉണ്ടാവും. അതൊരിക്കലും കംപ്രസറിലോട്ട് പോകാൻ പാടില്ല. കംപ്രസറിലോട്ട് ലിക്വിഡ് റെഫ്രിജറൻറ്റ് പോയി കഴിഞ്ഞാൽ എന്താണ്, കംപ്രസർ കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കംപ്രസറിൽ എപ്പോഴും എത്തേണ്ടത് വേപ്പർ റെഫ്രിജറൻ്റാണ്. വേപ്പർ ആയിട്ടുള്ള റെഫ്രിജറൻറ്റ് മാത്രമേ എത്താൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് കംപ്രസർ കംപ്ലൈൻറ്റ് ആവാനുള്ള ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുമൂലം ഈ ഇവാപ്പറേറ്റർ കോയിലിൻ്റെ എക്സിറ്റ് എങ്ങോട്ട് തന്നെ ഘടിപ്പിച്ചിട്ടുള്ളത്, അക്യുമുലേറ്ററിൻ്റെ ഈ ഒരു പോർഷനിലോട്ട് മുകളിലോട്ടാണ് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തായാലും ലിക്വിഡ് ഉണ്ടായത് മൂലം തന്നെയാണ് ഇത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ലിക്വിഡ് റെഫ്രിജറൻറ്റ് പുറത്തിറങ്ങി വരുമ്പോൾ എന്ത് ചെയ്യും, ആ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഗ്രാവിറ്റി മൂലം താഴോട്ട് ഇതിലോട്ട് വന്നു വീഴുകയും ബാക്കി കുറച്ച് വേപ്പർ ഉണ്ടാവും, ചെറിയൊരു വേപ്പർ കണ്ടൻറ്റ് എന്ത് ചെയ്യും, മുകളിലോട്ട് പൊന്തി എന്ത് ചെയ്യും, കംപ്രസറിലോട്ട് പോവുകയും ചെയ്യും. വേപ്പർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കംപ്രസറിലോട്ട് പോവുകയുള്ളൂ. ഇനി ഇവിടെ ഒരു ബാഫിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഈ ബാഫിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും, ഇനി ഏതെങ്കിലും ലിക്വിഡ് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ആ ബാഫിൽസിൽ തട്ടിയിട്ട് താഴോട്ട് വീഴും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ കംപ്രസറിലോട്ട് വേപ്പറായിട്ടുള്ള റെഫ്രിജറൻറ്റ് മാത്രമേ പാസ് ചെയ്യിക്കുള്ളൂ. ഇതിപ്പോൾ ഈ കോയിൽ ഡയറക്റ്റ് കംപ്രസറിലോട്ട് ഘടിപ്പിക്കൂല. കാരണം എന്താ, കംപ്രസറിലോട്ട് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇവിടെയുള്ള ലിക്വിഡ് കണ്ടൻറ്റ് നേരെ കംപ്രസറിലോട്ട് എത്തും. അങ്ങനെ കംപ്രസറിലോട്ട് എത്തിക്കഴിഞ്ഞാൽ കംപ്രസർ ഡാമേജ് ആവും. അതുമൂലമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എൻഡ് എന്ത് ചെയ്യുന്നത്, അക്യുമുലേറ്ററിലോട്ട് തന്നെ ഘടിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്ലഡഡ് ടൈപ്പ് ഇവാപ്പറേറ്റർ. ഇത് ഹൈലി എഫിഷ്യൻ്റ് ആയിട്ട് ഹൈ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ഒരു ഇവാപ്പറേറ്ററാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് നോക്കാം, ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്റർ.
ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പിന്നെ ഫ്ലഡ് ടൈപ്പ് പോലല്ല, ഇവിടെ കുറച്ച് പിന്നെ റെഫ്രിജറൻ്റ് മാത്രമേ കയറുള്ളൂ. നമ്മൾ ഇവിടെ ഒരു ഫില്ലർ ബൾബ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, കുറേശ്ശെ എന്ത് ചെയ്യുള്ളൂ, എക്സ്പാൻഷൻ വാൾവ് ഇതിൻ്റെ ഉള്ളിലോട്ട് വിട്ടു കൊടുക്കുള്ളൂ. നമ്മുടെ ലോഡിനനുസരിച്ചിട്ട് ആവശ്യമുള്ള റെഫ്രിജറൻ്റ് മാത്രമേ വിട്ടു കൊടുക്കുള്ളൂ. അപ്പോൾ ഏകദേശം ഈ ഒരു എക്സിറ്റിൽ എത്തുമ്പോഴേക്കും അതൊരു ചെറിയൊരു സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള റെഫ്രിജറൻ്റ് ആയിട്ടുണ്ടാവും, അഥവാ വേപ്പർ ആയിട്ടുള്ള റെഫ്രിജറൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വേപ്പർ റെഫ്രിജറൻ്റ് നേരെ കംപ്രസറിലോട്ട് വിട്ടു കൊടുക്കുന്നതിൽ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഫ്ലഡറിനെക്കാട്ടിയും കുറച്ച് റെഫ്രിജറൻ്റ് ഇവിടെ ഡ്രൈ എക്സ്പാൻഷൻ എവാപ്പറേറ്ററിൽ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഡ്രൈ എന്നുള്ളൊരു പേര് വരാനും തന്നെ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സ്പെൻസീവ് കുറവായിരിക്കും. കാരണം ഇവിടെ കുറച്ച് റെഫ്രിജറൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഈ പിന്നെ നമ്മൾ ലോഡ് കൂടുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്യും, കൂടുതൽ ആയിട്ടുള്ള പിന്നെ റെഫ്രിജറൻ്റ് വേപ്പറൈസ് ആയത് പോവും. അതുമൂലം എന്ത് ചെയ്യും, അപ്പോൾ ഇത് സെൻസ് ചെയ്തിട്ട് എക്സ്പാൻഷൻ വാൾവ് കുറച്ചും കൂടി കൂടുതൽ എന്ത് ചെയ്യും, എക്സ്പാൻഷൻ വാൾവ് കുറച്ചും കൂടി കൂടുതൽ എമൗണ്ട് റെഫ്രിജറൻ്റ് വിട്ടുകൊടുക്കും. അപ്പോൾ ആ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ലോഡ് കൂടുന്ന സമയത്ത് കൂടുതൽ വിട്ടുകൊടുക്കും, ലോഡ് കുറയുന്ന സമയത്ത് എക്സ്പാൻഷൻ വാൾവ് കുറച്ചേ വിട്ടുകൊടുക്കുള്ളൂ. അപ്പോൾ എക്സ്പാൻഷൻ വാൾവാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കൂടുതൽ കുറച്ച് വിട്ടുകൊടുക്കണോ എന്ന് നിശ്ചയിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ എഫിഷ്യൻസി കൂടുകയും കുറയുകയും ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് കുറയുന്ന സമയത്ത്. ഓക്കെ, നമ്മൾ ഈ ഇവാപ്പറേറ്ററിൻ്റെ ലോഡ് കുറയുന്ന സമയത്ത് ഈ ഫിഗർ ഒന്ന് നോക്കുക. ഈ ഒരു ഫിഗർ ലോഡ് കുറയുന്ന സമയത്ത് ഈ എക്സ്പാൻഷൻ വാൾവിൻ്റെ ഉള്ളിലൂടെ റെഫ്രിജറൻ്റ് പാസ് ചെയ്ത് വരുന്ന സമയത്ത് ചെറിയൊരു വേപ്പറൈസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ചെറിയ പോർഷന് റെഫ്രിജറൻ്റ് എന്ന വേപ്പറായിട്ട് മാറും. അപ്പോൾ ലോഡ് കുറയുന്ന സമയത്ത് കുറച്ച് റെഫ്രിജറൻ്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് വിട്ടുകൊടുക്കുകയുള്ളൂ അല്ലേ. നമുക്കറിയാം ലോഡ് കുറയുന്ന സമയത്ത് കുറച്ച് ആവശ്യമുള്ളൂ അല്ലേ. അപ്പോൾ കുറച്ച് സാധനം ഉണ്ടെങ്കിൽ കുറച്ച് റെഫ്രിജറൻ്റ് എക്സ്പാൻഷൻ വാൾവ് വിട്ടുകൊടുക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് റെഫ്രിജറൻ്റ് ഉള്ളിൽ കയറുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ പോർഷൻ വേപ്പർ ആയി കഴിഞ്ഞാൽ എക്സ്പാൻഷൻ വാൾവിൻ്റെ പുറത്തിറങ്ങുമ്പോൾ ചെറിയ കണ്ടൻറ്റ് വേപ്പർ ഉണ്ടാവും. അത് എക്സ്പാൻഷൻ ചെയ്യുന്ന മൂലമാണ് ഉണ്ടാവുന്നത്. ചെറിയ പോർഷന് റെഫ്രിജറൻ്റ് വേപ്പറായിട്ട് മാറും. അങ്ങനെ വേപ്പറാവുന്ന റെഫ്രിജറൻ്റ് എന്ത് ചെയ്യും, ഈ ഇവാപ്പറേറ്ററിൻ്റെ കോയിലിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ആവും. കണ്ടോ, ഇവിടെ വേപ്പറിൻ്റെ കോയിലിൽ കണ്ടോ ഒരു ട്രാപ്പായി നിൽക്കുന്നത്. അങ്ങനെ ട്രാപ്പായി നിന്നാൽ എന്താ സംഭവിക്കുക, കറക്റ്റ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. ആ വേപ്പർ പാർട്ടിക്കിൾസ് നിൽക്കുന്ന ഏരിയയിലൊന്നും എന്ത് ചെയ്യില്ല, ഈ ലിക്വിഡ് റെഫ്രിജറേറ്റ് ടച്ച് ചെയ്തില്ലെങ്കിൽ എന്ത് നടക്കില്ല, ആ അത്രയും ഏരിയയിലുള്ള പിന്നെ ഹീറ്റിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, വലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ കോയിലിൻ്റെ ഡയമീറ്റർ കുറയുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഇവാപ്പറേറ്റർ കോയിൽ ഡയമീറ്റർ കുറവാണെന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു ഏരിയയിൽ എന്ത് ചെയ്യില്ല, വേപ്പർ റെഫ്രിജറൻ്റ് നിന്ന് കഴിഞ്ഞാൽ അവിടെ ലിക്വിഡ് റെഫ്രിജറൻ്റ് എമൗണ്ട് കുറയുകയും ഹീറ്റ് ട്രാൻസ്ഫർ കുറയുകയും അവിടുത്തെ എഫിഷ്യൻസി കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വെക്കുന്ന സാധനത്തിന് എന്ത് ചെയ്യില്ല, കൂടുതൽ തണുപ്പ് കിട്ടൂല. ഇവിടെ ലോഡ് കുറവാണെന്നുണ്ടെങ്കിൽ. ഇനി ലോഡ് കൂടുതലാണ്, നമ്മൾ വെച്ച സാധനം കൂടുതലാണ്, നമ്മൾ വെക്കുന്ന ലോഡ് കൂടുതലാണെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം വരാനുള്ള ചാൻസ് കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് കൂടുന്ന സമയത്ത് എക്സ്പാൻഷൻ വാൾവ് കൂടുതൽ എമൗണ്ട് എന്ത് ചെയ്യും, റെഫ്രിജറൻ്റ് വിട്ടെടുക്കും. അപ്പോൾ ചെറിയ വേപ്പർ പാർട്ടിക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിലും കൂടുതൽ റെഫ്രിജറൻ്റ് വരുന്നത് മൂലം എന്ത് ചെയ്യും, ആ റെഫ്രിജറൻ്റ് ഇതിൻ്റെ താഴെയൂടെ ഇങ്ങനെ കിടന്ന് ഒഴുകാൻ തുടങ്ങും. കണ്ടല്ലേ, ഒരു ലൈന് കണ്ടില്ലേ ഇതിലൂടെ ഒഴുകുന്നത് മൂലം അത്ര പ്രശ്നം ഉണ്ടാവില്ല, നല്ല ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ആ ലിക്വിഡ് റെഫ്രിജറൻ്റ് എല്ലാ കോയിലിൻ്റെ എല്ലാ പോർഷൻസിലെത്തുകയും നല്ല ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഡ്രൈ ടൈപ്പിൽ ലോഡ് കുറയുന്ന സമയത്ത് എഫിഷ്യൻസി കുറയും, ബബിൾസ് വരുന്ന മൂലം. ലോഡ് കൂടുന്ന സമയത്ത് എഫിഷ്യൻസി കൂടുകയും ചെയ്യും. അതാണ് ഈ രണ്ട് ഫിഗറിൽ പറയുന്നത്. ലോഡ് കുറയുന്ന സമയത്ത് നമ്മൾ വെക്കുന്ന സാധനം കുറവാണ് എന്നുണ്ടെങ്കിൽ അവിടെ എഫിഷ്യൻസി കുറവും, കാരണം അതിന് പിന്നെ ബബിൾസ് ക്രിയേറ്റ് ചെയ്യുന്ന മൂലം ഹീറ്റ് ട്രാൻസ്ഫർ കുറവായിരിക്കും. ഇതിൽ ലോഡ് കൂടുന്ന സമയത്ത് കുറച്ചും കൂടി എഫിഷ്യൻസി ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും എന്ന് പറയാം. ഓക്കെ, ഇത് കറക്റ്റായിട്ടൊന്ന് വായിച്ച് നോക്കുക. ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഇതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനിയാണ് നാച്ചുറൽ കൺവെക്ഷൻ ഇവാപ്പറേറ്റേഴ്സ്. നാച്ചുറൽ കൺവെക്ഷൻ ഇവാപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ, വാട്ടർ കൂളർ, സ്മാൾ ഫ്രീസേഴ്സിൽ ഒക്കെയാണ്. അഥവാ നാച്ചുറലായിട്ടുള്ള എയറാണ് ഇവിടെ തണുപ്പിക്കാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രീസറിൽ നമ്മൾ മുകളിലാണ് കോയിൽ
ഫ്രീസർ ഉണ്ടാവുക അല്ലേ, ആ കോയിലിൽ തട്ടിയിട്ട് ഈ എയർ തണുക്കും. തണുത്തിട്ട് അതെന്ത് ചെയ്യും, താഴോട്ടും അങ്ങോട്ടും മുകളിലോട്ടൊക്കെ മൂവ് ചെയ്യും. കാരണം എയർ തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മോഷൻ എന്ന് പറയുന്നത് താഴോട്ട് ഗ്രാവിറ്റി ബേസ് ആണ്. ഓക്കെ, അപ്പോൾ താഴോട്ട് മൂവ് ചെയ്ത് താഴെയുള്ള എയറിനെ കൂടി തണുപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പോൾ ബാഫിൽസ് വെച്ച് കഴിഞ്ഞാൽ ബാഫിൽസിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, താഴോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ലൊരു മാനറിലാണ് വെലോസിറ്റിയിൽ എന്ത് ചെയ്യും, ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ എയർ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറലാണ്. കൂടുതൽ ഹൈ സ്പീഡിലൊന്നും എന്തെയില്ല, എയർ മൂവ് ചെയ്യില്ല. നമുക്ക് നല്ല സ്പീഡിൽ എയർ മൂവ് ചെയ്താലേ നമുക്ക് കൂടുതൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫാനൊക്കെ യൂസ് ചെയ്യുന്നത്. ഫാൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡാണ്. ഫാൻ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി സ്പീഡിലാവും. പക്ഷേ നാച്ചുറൽ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഡൊമസ്റ്റിക് വാട്ടർ കൂളർ സ്മോൾ ഫ്രീസേഴ്സിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള റെഫ്രിജറേറ്ററിലൊക്കെയാണ് നമ്മളിത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ സർക്കുലേഷൻ ഓഫ് എയർ ഡിപ്പെൻഡ് ചെയ്യുന്ന സൈസ്, ഷേപ്പ്, ലൊക്കേഷൻ, അഥവാ ഈ ബോക്സിൻ്റെ സൈസിനെയും ഷേപ്പിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയൊരു കണ്ടെയ്നറിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ കോയിൽ വെക്കുന്നുണ്ടെങ്കിൽ അവിടെ ഏകദേശം എല്ലാ ഏരിയയിലും ഒരേ തണുപ്പെത്തും അല്ലേ. പക്ഷേ ഒരു വലിയ കണ്ടെയ്നറിൽ ഒരു ചെറിയൊരു കോയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഏരിയയിലോട്ടും തണുപ്പ് എത്തണമെന്നില്ല അല്ലേ. കാരണം എന്താ, ആ മുകളിലുള്ള എയർ തണുക്കും, പക്ഷെ ആ എയർ എന്ത് ചെയ്യില്ല, എല്ലാ ഏരിയയിലോട്ടും എത്തിപ്പെടണമെന്നില്ല. വലിയ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ എത്തിപ്പെടുക, അത് ചിലപ്പോൾ എന്ത് ചെയ്യും, ആ തണുത്ത എയർ തൊട്ടടുത്ത എയറിനെ തണുപ്പിക്കും. അത് എന്ത് ചെയ്യും, അതിൻ്റെ തൊട്ടടുത്ത എയറിനെ തണുപ്പിക്കും. ആ എയർ എന്ത് ചെയ്യും, അതിൻ്റെ അതങ്ങനെ ഇൻഡ്യൂസ് ചെയ്തിട്ട് തൊട്ടടുത്തടുത്ത് അങ്ങനെ വരുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഏറ്റവും താഴെയുള്ള എയർ ഒന്നും എന്ത് ചെയ്യില്ല, ഏറ്റവും മുകളിലത്തെ എയറിൻ്റെ അത്ര തണുപ്പുണ്ടാവില്ല. അപ്പോൾ ആ ബോക്സിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് നന്നായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസാണ് നാച്ചുറൽ കൺവെക്ഷൻ ഇവാപ്പറേറ്റേഴ്സിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഫോഴ്സ്ഡാണ്. ഫോഴ്സ്ഡ് ഞാൻ പറഞ്ഞു എങ്ങനെയാണ്. ഫോഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എയർ നല്ല ഫോഴ്സിൽ അടിച്ചു കൊടുക്കുക. ഇതിനു വേണ്ടി നമ്മൾ ഇലക്ട്രിക് മോട്ടർ കണക്ട് ചെയ്തിട്ടുള്ള ഫാനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ റെഫ്രിജറൻ്റ്, കൂളർ, കോയിൽസ്, ഫിൻസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫിൻസ് യൂസ് ചെയ്യാൻ കാരണം ഹീറ്റ് ട്രാൻസ്ഫർ കൂടുതൽ നടക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ ഇതിൽ 3 ടൈപ്പാണ് ഉള്ളത്. പിന്നെ ഇവിടെ ഇത് ലോ വെലോസിറ്റി, മീഡിയം വെലോസിറ്റി, ഹൈ വെലോസിറ്റി. ലോ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എയർ ഡിസ്ചാർജ് റേറ്റ് എന്ന് പറഞ്ഞാൽ 60 to 90 മീറ്റർ/മിനിറ്റ് ആണ്. ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കംഫോർട്ട് എയർ കണ്ടീഷനിങ്ങിലാണ്. ഓക്കെ, പിന്നെ അവിടെ നോയ്സ് കുറവായിരിക്കും. എയർ വെലോസിറ്റി വലിയ കൂടുതലായിട്ടുണ്ടായിരിക്കില്ല. അവിടെ കൂടുതൽ യൂസ് ചെയ്യുന്ന ബോത്ത് സെൻട്രിഫ്യൂഗൽ ആൻഡ് പ്രൊപ്പല്ലർ ടൈപ്പ് ഫാൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സെൻട്രിഫ്യൂഗലും പ്രൊപ്പല്ലർ ടൈപ്പ് ഫാൻസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിനടുത്ത് മീഡിയം ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ 150 മീറ്റർ/മിനിറ്റ് to 240 മീറ്റർ/മിനിറ്റ് എക്സിറ്റ് വെലോസിറ്റി എയർ ആണ് അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇത് യൂസ് ചെയ്യുന്നത് റെഫ്രിജറേറ്റേഴ്സിലും ഫ്രീസേഴ്സിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ സൗണ്ട് വലിയ പ്രശ്നമില്ലാത്ത ഏരിയയിലാണ്. ഇവിടെ പ്രൊപ്പല്ലർ ഫാൻസ് ആണ് എന്ത് ചെയ്യുന്നത്, എയർ സർക്കുലേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി 3ാമത്തെ ടൈപ്പ് എന്ന ഹൈ വെലോസിറ്റി ആണ്. അവിടെ 240 മീറ്റർ/മിനിറ്റിന് മുകളിൽ എയർ ഡിസ്ചാർജ് ചെയ്യുന്ന ഇതിലാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ബ്ലാസ്റ്റ് ഫ്രീസേഴ്സിലൊക്കെയാണ്. അതേപോലെ ഇവിടെ സെൻട്രിഫ്യൂഗൽ ഫാൻസൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോട്ടർ വെച്ചിട്ട് ഫാൻ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അഥവാ നല്ല കൂളിംഗ്, നല്ല ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണമെന്നുണ്ടെങ്കിൽ നാച്ചുറൽ കൺവെക്ഷൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ വലിയ തണുപ്പ് അല്ലെങ്കിൽ വലിയ കൂളിംഗ് പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോഴ്സ്ഡ് കൺവെക്ഷനാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 3-4 ഇവാപ്പറേറ്റേഴ്സാണ് നമ്മൾ പഠിച്ചത്. ബാക്കിയുള്ളതൊക്കെ കുറേ വേറെ ടൈപ്പുകളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല നീറ്റായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ വർക്കിംഗ് നോക്കി വായിച്ച് നോക്കുക. ഓക്കെ.